ഗവൺമെന്റിനില്ല. കോവിഡിന് ശേഷം ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു, മരണനിരക്ക് ഉയരുകയാണ്. അതായത് കാർഡിയാക് അറസ്റ്റ് കൂടുന്നു, സ്ട്രോക്ക് വരുന്നു, ഒരുപാട് ഓക്സിജൻ ലെവൽ താഴേക്ക് പോകുന്നു, ലങ്സ് ഡിസീസ്. കോവിഡിന് ശേഷം ഒരുപാട് മരണങ്ങളുടെ എണ്ണം വ്യാപകമായി കൂടുവാണ്. ഗവൺമെൻറ് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ മറുപടി, നിങ്ങൾ പറയുന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നാണ്. വെറുതെ ആശാവർക്കർമാരെ കൊണ്ട് പരിശോധിച്ചാൽ അറിയാം ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കാണോ കോവിഡിന് ശേഷമുള്ള മരണനിരക്കെന്ന്. ഒന്ന് പഠിക്കണ്ടേ? ഹെൽത്ത് ഡാറ്റ എന്ന് പറയുന്നത് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത്? ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത്? ഏത് അസുഖം ബാധിച്ചാണ് ആളുകൾ മരിക്കുന്നത്? നിലവിൽ രോഗമുള്ളവരാണോ ഇതുമൂലം മരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രോഗം ഇല്ലാത്തവരാണോ മരിക്കുന്നത്? ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ആശാവർക്കർമാരെ വെച്ചിട്ടുള്ള ആ മെക്കാനിസം കൊണ്ട് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനും ആ ഡാറ്റ അനലൈസ് ചെയ്ത് ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്താനും പറ്റും. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. ഈ കേരളത്തിലെ ആരോഗ്യ വർഷങ്ങളായി ഇവരാരും കൊണ്ടല്ലോ, വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യരംഗം. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട്, കൂടുതൽ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. വീണ്ടും വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം. ഇത് തീർത്തും അവഗണനയാണ്. മന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരാണ് ഭരിക്കുന്നത്? അവരല്ല ഭരിക്കുന്നത്, വേറെ ആളുകളുടെ നിയന്ത്രണത്തിലാണ്. ഇവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്, മരുന്നില്ലാത്ത കാര്യം. എന്തൊരു വർത്തമാനമാണ്! പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു മരുന്നില്ല, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്ന്. ഈ ഡോക്ടർ തന്നെ പറഞ്ഞില്ലേ മന്ത്രിയുടെ PS-നെ അറിയിച്ചു എന്ന്, മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അറിയിച്ചു, ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾ അറിയിച്ചു. പക്ഷെ ഇവർ മാത്രം അറിഞ്ഞിട്ടില്ല. ഇന്ന് അറിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്ത വിവാദമായപ്പോഴാണ് ആരോഗ്യമന്ത്രി ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ നിയമസഭയിൽ ഞങ്ങളൊന്നും പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും നടക്കുന്ന വിഷയങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നിട്ടും ധനകാര്യമന്ത്രി 300 കോടി രൂപ പ്ലാൻ കട്ട് ചെയ്തു ഈ വർഷം. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ആരോഗ്യരംഗം ഏറ്റവും അവതാളത്തിലായി, വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയമാണ് ആരോഗ്യരംഗം കേരളത്തിൻ്റെ. അപ്പോഴാണ് ധനകാര്യമന്ത്രി 300 കോടി രൂപ വീണ്ടും പ്ലാൻ കട്ട് ചെയ്തു. പണമില്ലാത്തത് കൊണ്ടും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വിതരണക്കാർക്ക് പണം കൊടുക്കാത്തത് കൊണ്ടുമാണ് കൃത്യമായി മരുന്നുകൾ വരാത്തത്, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് വരാത്തത്. ഇത് ഗുരുതരമായ വിഷയമാണ്. ആരോഗ്യ കേരളം അപകടത്തിലാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അതിനെ രക്ഷിക്കണം. ഞങ്ങൾ UDF നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി UDFൻ്റെ ഒരു ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരും. ഞങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവതരമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് കോൺക്ലേവ് ജൂലൈ മാസത്തിൽ തന്നെ ചേരും. ഞങ്ങൾ ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യമാണ്. ഞാനിത് ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, നിയമസഭയിൽ പറഞ്ഞത് കൂടാതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ്റെ ഉദ്ഘാടന വേദിയിൽ തൊട്ട് ഞാൻ അത് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് 3 പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്നു. മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്താണ്. നിങ്ങളുടെ റെക്കോർഡിൽ ലൈബ്രറിയിലുണ്ടാവും. സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ സമ്മേളനം, ലോ സെക്രട്ടേറിയറ്റിൻ്റെ സമ്മേളനം, പിന്നെ ഫിനാൻസ് സെക്രട്ടേറിയറ്റിൻ്റെ സമ്മേളനം. ഈ 3 സമ്മേളനങ്ങളിലും ഞാൻ പ്രധാനമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറായിട്ട് പറഞ്ഞ കാര്യം ഈ മരുന്ന് ക്ഷാമവും ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമവും ആരോഗ്യരംഗത്തുണ്ടായ പരാജയമാണ്. ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത് ഗവൺമെൻറ്റിനെതിരായി ഫസ്റ്റായിട്ടാണ്. ഇപ്പോൾ ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലോടുകൂടി അത് പൂർണ്ണമായി ശരിയായിരുന്നു. പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ രംഗത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ശരിയായി എന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇതാണ് ആ ഡോക്ടർ പറഞ്ഞത്. സത്യാവസ്ഥ സൂപ്രണ്ടൊന്നും പറയുന്നില്ല, പേടിയാണ്, എല്ലാവർക്കും ഭയമാണ്, പുറത്തു പറയാൻ വേണ്ടി ഭയമാണ്. ഇന്ന് മന്ത്രി അതല്ലല്ലോ പറഞ്ഞത്. മന്ത്രി അതല്ലല്ലോ, ആദ്യം ഇയാളെ വരട്ടാൻ നോക്കിയല്ലേ, ആദ്യം ഇയാളോട് വിശദീകരണം തേടും, അതാണെന്ന് പറയും. അപ്പോൾ അയാൾ ചോദിച്ചു വിശദീകരണം തേടിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. LDF CPM സഹയാത്രികനാണ് ആ ഡോക്ടർ. കഴിഞ്ഞ ആഴ്ച ഇട്ട പോസ്റ്റ് M സ്വരാജിന് നിലമ്പൂരിൽ വോട്ട് ചെയ്ത 66,000 പേർക്ക് അഭിവാദ്യം നടന്നുകൊണ്ട് പോസ്റ്റ് ഇട്ട ആളാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ പോസ്റ്റ് ഇടാമെന്നൊക്കെ ഉള്ളത് വേറെ, പക്ഷേ LDFന് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല, പോസ്റ്റ് ഇട്ട ആളാണ്. ഞങ്ങൾക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷെ ആ ആൾ വന്നിട്ടാണ് പറയുന്നത്. അല്ലാതെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണോ? ആ പോസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. എന്നിട്ട് നമുക്ക് ആ കയ്യിലൊക്കെ ഒന്ന് ഇടണത് ആ പോസ്റ്റ്. കഴിഞ്ഞ ആഴ്ച ഈ ഡോക്ടറിട്ട പോസ്റ്റ് അല്ല, സൂപ്രണ്ട് വിശദീകരിച്ചത് ശരിയാണെന്ന് മന്ത്രി പറയുന്നുണ്ടോ? മന്ത്രിയെ പറയുന്നുണ്ടോ? മന്ത്രി പറയുന്നുണ്ടോ? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എവിടെയാണ് മരുന്ന് ഇല്ലാത്തതെന്ന് ചോദിക്കും. ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. എത്രയോ സ്ഥലത്ത് അറിയിച്ചു ഞങ്ങൾ
മരുന്നില്ലാത്തത്? നിങ്ങൾ ചോദിച്ചു നോക്ക്, പല സ്ഥലത്തും മരുന്നില്ല. അതൊക്കെ സമ്മർദ്ദങ്ങളുണ്ടാവും, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ. ഗവൺമെൻറ് ഡോക്ടറല്ലേ, ഏതെല്ലാം തരത്തിൽ സമ്മർദ്ദം ഉണ്ടാവും. എന്നിട്ടും അദ്ദേഹം അതിനകത്ത് ഉറച്ചു നിൽക്കുകയല്ലേ. ഇന്നലെ പറഞ്ഞതിനേക്കാൾ ശക്തിയായിട്ടല്ലേ ഇന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതൊരു യാഥാർത്ഥ്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾക്കിത് അത്ഭുതമല്ല, ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമ്മളിത് പറയുമ്പോൾ ഇതൊന്നും വലിയ വാർത്തയാക്കാത്തത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് 3 പ്രസംഗത്തിൽ ഇത് ആവർത്തിച്ച് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ റെക്കോർഡ് തരാം കംപ്ലീറ്റ് ആയിട്ട്. എത്ര പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നതിൻ്റെ റെക്കോർഡ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. എത്ര പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നു. അവരിപ്പോഴും വളരെ പരിഹാസത്തോടുള്ള മറുപടിയാണ്. നമ്മളിതുപോലത്തെ വിഷയം കൊണ്ടുവരുമ്പോൾ പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. ഞങ്ങളൊന്നും പറയാറില്ല, തിരിച്ചൊന്നും പറയാറില്ല. പക്ഷേ നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് നിരവധി പ്രാവശ്യം. നിങ്ങൾ നോക്ക്, ഞാൻ ഈ പറയുന്ന പദ്ധതികളെല്ലാം പോയില്ലേ ഇപ്പോൾ. കാരുണ്യ പദ്ധതി, സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ ആരോഗ്യ കിരണവും ഹൃദ്യവും ഒന്നിനും പൈസയില്ല. ഏകദേശം 1800 കോടിയോളം രൂപ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുണ്ട്. പല സ്വകാര്യ ആശുപത്രികളും ഈ കാസ്പിൻ്റെ കാർഡ് സ്വീകരിക്കുന്നില്ല. സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റ് യോഗം ചേർന്ന് ഇത് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ചില ആശുപത്രിക്ക് കോടികളാണ് കൊടുക്കാനുള്ളത്. അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? പ്രൈവറ്റ് ആശുപത്രിക്ക് ഈ സൗജന്യം അവർ കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ടൊന്നും ഒരു കുഴപ്പമില്ല, ഇവിടെ എല്ലാം ഓക്കെ ആണെന്നാണ് പറയുന്നത്. ഇത് ഗൗരവതരമായ വിഷയമാണ്. ഈ മന്ത്രിയുടെ മറുപടി ഒട്ടും തൃപ്തികരമല്ല. അവർ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം.